ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. കറുത്ത ഡ്രസ്സിട്ട ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഈ ദൈവത്തിൻ്റെ ആണോ ചെകുത്താൻ്റെ ആണോ ആണ്? എന്തായാലും നിങ്ങൾ എന്നെ ഒരുപാട് എതിർക്കാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. എതിർക്കുന്നവർക്ക് തീർച്ചയായിട്ടും താഴെ എതിർക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം. കാരണം ഇലുമിനാറ്റീസിനെ കുറിച്ചും ഇതൊക്കെ നമ്മൾ കഥകൾ കേൾക്കാറുണ്ട്, കോൺസ്പിറസി തിയറീസിനെ കുറിച്ച് കേൾക്കാറുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പൃഥ്വിരാജ് മനുഷ്യനല്ല എന്നുള്ളതാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന സാധനം ഒരു ഡെവിളിൻ്റെ, അതായത് ചെകുത്താൻ്റെ ഒരു അനുയായി മാത്രമാണ്. ചെകുത്താനാണ് ഒരു റെപ്റ്റൈൽ ഹ്യൂമൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാൾ ശരിക്കും മനുഷ്യനേ അല്ല. അത് ഡീകോഡ് ചെയ്തെടുത്തേക്കുന്നത് ഞാനുമല്ല. ഞാനിത് ഈ ഒരു വീഡിയോ കണ്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റാണ്, ബ്രോ ഇത് കണ്ടിട്ടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന്. സോ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ചിഹ്നങ്ങളും മറ്റതും മറിച്ചത് ആരാധന ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ മോശമാക്കി പറയുന്നതിനോട് താല്പര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും മണ്ടത്തരം വിളിച്ച് പറയുന്നതും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആധികാരികമായിട്ടൊന്നിരുന്ന് വിലയിരുത്തും പോലെ പറയുന്നതും കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ കറുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ട്, ഇതൊക്കെ വെച്ച് ഡീകോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്നെ ഈ ചെകുത്താൻ്റെ സന്തതിയാക്കി മാറ്റിയേക്കാം, നോ ഇഷ്യൂസ്. ബട്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരട്ടെ. ഒരു എന്താ പറയുക, ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ മെത്രാപ്പൊലീത്ത പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഗാന്ധിജിയെ വധിച്ചു, ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നു, ബാബറി മസ്ജിദ് തകർത്തു, ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സാധനം. ഇത് ഗാന്ധിജിയെ വധിച്ചു, ഗുജറാത്തിൽ ആയിരക്കണക്കിന് വരെ കൊന്നു, ബാബറി മസ്ജിദ് തകർത്തു, ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു, കൊലപാതകങ്ങൾ തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഓർത്തഡോക്സ് സഭ മെത്രാപ്പൊലീത്ത ഇട്ടയ്ക്കുന്ന അദ്ദേഹവും ക്രിസ്ത്യനാണ്. അപ്പം ഇനി നമുക്ക് ഇത് പറയാനുള്ള കാര്യം, ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോകുന്ന വ്യക്തി അദ്ദേഹം ഭയങ്കര വിശ്വാസിയാണ്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും നെഗറ്റിവിറ്റി അഥവാ ചെകുത്താനെ കാണുകയാണ്, അഥവാ ഇലുമിനാറ്റി എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ എന്തൊക്കെയോ തരത്തിൽ അനാവശ്യമായിട്ട് പൃഥ്വിരാജിനെ പറയുകയാണ്. ഇത് ഡിസർവ് ചെയ്യുന്ന ഒരാളുടെ വ്യക്തിത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന പരിപാടി. പാപികളെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആൾക്കാരാണ് മറ്റുള്ളൊരു വ്യക്തിയെ, മറ്റൊരു മതത്തിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഉള്ള ഒരാളെ, അയാളെക്കുറിച്ച് അയാളെ മറ്റൊരു ഏതോ ഒരു ക്രിയേച്ചർ ആണെന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞു പോകുന്നത് കേൾക്കാം. കമന്റ് ചെയ്യണേ, കമന്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ സിനിമകളിൽ ഇത്രയധികം പൈശാചിക സ്വാധീനം ഉള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ സിനിമകളിൽ പൈശാചിക സ്വാധീനം എന്ന് അദ്ദേഹം ആദ്യമേ ചോദിച്ചു. അദ്ദേഹം ഇവിടെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു 4-5 ചിത്രങ്ങൾ മാത്രമാണ്. പൃഥ്വിരാജ് എത്രയോ സിനിമകൾ അഭിനയിച്ചു. അതിനകത്ത് നന്ദനം എവിടെ, അയ്യപ്പൻ കോശി എവിടെ, താന്തോന്നി എവിടെ, ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതൊന്നുമില്ല. അതിനകത്ത് ചില സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സിനിമകൾ മാത്രം എടുത്തിട്ട് ആ പേരും അതിനകത്തുള്ള പൃഥ്വിരാജിൻ്റെ രീതിയും വെച്ച് കണ്ടിട്ട് പൃഥ്വിരാജ് എലിമിനാറ്റി അല്ലെങ്കിൽ പൃഥ്വിരാജ് ചെകുത്താനെന്നാണ് പറഞ്ഞു വരുന്നത്. കേട്ടോ, വ്യക്തികൾക്ക് കളമൊരുക്കുന്ന സിനിമകൾ, ഈ ബൈബിളിനെയും ക്രിസ്തുവിനെയും ബൈബിൾ വചനങ്ങളെയും മറിയാക്കി ഇരുട്ടിന്റെ ശക്തികൾക്ക് കളമൊരുക്കുന്ന സിനിമകൾ ഈ സമയങ്ങളിൽ വർദ്ധിച്ചു വരുന്നത് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിനിമ എന്താണ് സിനിമയുടെ പ്രത്യേകത? ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല. നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് വാവിട്ട് കരഞ്ഞ് മാനസാന്തരപ്പെട്ട ആളുകളുടെ എണ്ണം ലോകത്ത് അനേകമാണ്. അതായത് ഒരു ദൃശ്യം മനുഷ്യ മനസ്സിനെ അത്രത്തോളം സ്വാധീനിക്കുവാൻ കരുത്തുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് പ്രാധാന്യം നൽകുന്ന ലൂസിഫർ പോലുള്ള സിനിമകൾ ലോകത്തിലേക്ക് കൂടുതൽ ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ വീഡിയോ ഈ ലൂസിഫർ സിനിമ കണ്ടിട്ട് ഇരുട്ടിൻ്റെ ശക്തികൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ്, അറിയാൻ വേണ്ടിയിട്ടാണ്. ലൂസിഫർ സിനിമ കണ്ടു, അതിനകത്ത് പറഞ്ഞ മാസ് ഡയലോഗുകൾ മറ്റുള്ള കാര്യങ്ങളെ കേട്ടിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തോന്നലുണ്ടായ ആൾക്കാർ കമൻറ്റ് ചെയ്യണം. പ്ലീസ് കമൻറ്റ്. സംസാരിക്കാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ സിനിമകളിൽ കാണുന്ന ചില പൈശാചികതകളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഇത്രത്തോളം ഇതിന് വാല്യൂ കൊടുക്കുന്നത്? 1-2 സിനിമകളല്ല ഇത്തരം കാര്യങ്ങൾ ഉള്ളത് എന്നതാണ് മറ്റൊരു കാര്യം. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാന്യമായ ഭാഷയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. പൃഥ്വിരാജ് ഒരു ഇലുമിനാറ്റി ആണോ, ഒരു സാത്താനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഒരു നടൻ എന്നതിനേക്കാൾ ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒത്തിരി ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും നടനാണോ സാത്താനിസ്റ്റ് ആണോ എന്നതിലുപരി ഒരു മനുഷ്യനായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? സാത്താനിസ്റ്റ് എന്നുള്ള കാര്യമൊക്കെ പുള്ളി ഇദ്ദേഹമാണോ പറയേണ്ടത്? അദ്ദേഹം ചില സിനിമകളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ സാത്താനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ അയാളുടെ പേര് കൊടുക്കുന്നത് എത്ര നല്ല പരിപാടിയാണ്. ഇതാണോ ദൈവപുത്രന്മാരുടെയും ദൈവവിളിയുള്ള ആൾക്കാരുടെയൊക്കെ പരിപാടി? എന്താ ഇത്? ഉത്തരങ്ങൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഹി ഈസ് മോർ ദാൻ യു തിങ്ക്. ബുദ്ധിമാന്മാർ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇത്രയൊക്കെ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? സിനിമയായി കണ്ടാൽ പോരെയെന്ന്. എന്നാൽ ജ്ഞാനമുള്ളവൻ ഇത് മനസ്സിലാക്കും. കാരണം ബുദ്ധിയിൽ അന്ധകാരം നിറയ്ക്കുവാൻ പിശാചിന് സാധിക്കും. ജ്ഞാനമുള്ളവന്മാർ, ജ്ഞാനക്കുരുള്ളവന്മാർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, ജ്ഞാനമുള്ളവന്മാർ കമൻറ്റ് ചെയ്യും. എനിക്കിത് കേട്ടിട്ട് ചിരിയാ വരുന്നത്. സോറി ബ്രോ, വീഡിയോ കാണുന്ന ബ്രോ, നിങ്ങളെ ഞാൻ പരിഹസിക്കുന്നതല്ല, എനിക്കിത് കേട്ടിട്ട് ചിരി വരുന്ന കേട്ടോ. സോ എന്തായിരുന്നാലും അത്യാവശ്യം ഇപ്പോൾ നിങ്ങളിപ്പം ഒരു മതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്രിസ്ത്യൻ മതമാണെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ ആ മതത്തിൽ ഭയങ്കര പ്രാവീണ്യമുള്ള ആളാണ്. ഞാൻ ഈ അത്യാവശ്യം എല്ലാ മതങ്ങളും ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം പോയിട്ട് മറ്റുള്ള സിഖ്, പാഴ്സി, ഇങ്ങനെ മറ്റ് പല മതങ്ങളുടെ ഗ്രന്ഥങ്ങളും മറ്റുള്ള പല കാര്യങ്ങളും ഓക്കെ, ബുദ്ധ, ജൈന പല പരിപാടികളൊക്കെ കുറേ കാലം മുമ്പേ വായിച്ച് തീർത്തതാണ്. എൻ്റെ പുസ്തകങ്ങളെല്ലാം വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇതിൻ്റെ ഒരു കോർ അറിയാം, എന്താ സംഭവം എന്നുള്ളത്, ആരുണ്ടാക്കി എന്നുള്ള കാര്യം അറിയാം. ഓൾ ഫ്രം ഹ്യൂമൻസ്, മനുഷ്യനാണ്. അല്ലാതെ ഇവിടെ ആരും മേളിൽ നിന്ന് കൊണ്ടുവന്ന് എഴുതിയിട്ട ഒരു പുസ്തകം ഇവിടെ ഇല്ല.
ഓക്കെ, അതൊക്കെ വേണേൽ നമുക്ക് പറയാം. അതൊക്കെ സ്വയം ഉൽപ്പത്തി വന്നു എന്നുള്ള കാര്യം, സ്വയംഭൂ എന്നൊക്കെയുള്ള ഹിന്ദു മെത്തോളജി പറയുന്ന പോലെ ഉണ്ടായെന്ന് പറയാം. ബട്ട് ഇതൊക്കെ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പോട്ടെ, പറയും. എന്നാൽ ഒരു ജ്ഞാനിയെ പിടികൂടുക വളരെ പ്രയാസമാണ്. സിനിമയെ സിനിമയായി മാത്രമല്ല ആളുകൾ കാണുന്നത് എന്നതിന് തെളിവാണ് സമകാലീന സംഭവങ്ങൾ പലതും. മാർക്കോ എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന രക്തദാഹം നിങ്ങൾ കണ്ടിരുന്നു. ദൃശ്യം മാർക്കോ എന്നുള്ള സിനിമ ഇറങ്ങിയതിന് ശേഷം ഉള്ള കേരളത്തിലെ രക്തദാഹം എന്നുള്ള കൊടുത്തത് മാധ്യമങ്ങളും ചില ആൾക്കാരുമാണ്. മാധ്യമങ്ങൾ ഈ മാർക്കോ എന്നുള്ള സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഈ പരിപാടികൾ നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, അതൊരു ഭയങ്കര സംഭവമാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. കാരണം അതിനകത്തുള്ള ഒരു ബ്ലഡ് ഷെഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കുറച്ചധികം കുട്ടികളോ മറ്റുള്ള ആൾക്കാരെയൊക്കെ ചിലപ്പോൾ ബാധിച്ചേക്കാം. ചിലപ്പോൾ അത് അനുകരിക്കാനുള്ള പ്രായോഗികമായിട്ട് തോന്നലുണ്ടായേക്കാം. സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ബാധിക്കുമെങ്കിൽ എത്രയോ നല്ല സിനിമകൾ ഇറങ്ങുന്നു, എത്രയോ നല്ല മെസ്സേജ്, കടുത്ത മെസ്സേജുള്ള സിനിമകളൊന്നും, കുടുംബാന്തരീക്ഷമുള്ള നല്ല ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സമൂഹത്തിന് ഗുണമുള്ള എത്ര സിനിമകൾ ഇറങ്ങുന്നു, ഇന്റർനാഷണലി ഇറങ്ങുന്നു, നോബൽ സമ്മാനങ്ങൾ വാങ്ങുന്നു. എന്തേ അതൊന്നും ആരും എടുക്കാത്ത? ഈ ബ്ലഡ് ഷെഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മാർക്കോ അല്ല ഇതിന്റെ എല്ലാത്തിന്റെയും. അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂമൻ സെന്റിപ്പേഡ് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കൊറിയൻ ഡ്രാമയ്ക്കകത്തും നമ്മുടെ പലതരം ഹോളിവുഡ് മൂവീസിന്റെ അകത്തും അതുപോലെ തന്നെ ജർമ്മൻ മൂവീസിന്റെ അകത്തും അതുപോലെ നമ്മുടെ റഷ്യൻ മൂവീസിന്റെ അകത്തും ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഒന്നും അല്ല. ഈ മാർക്കോ ഒന്നുമേ അല്ല. ജോൺ വിക്ക് കണ്ട് കൈയടിച്ചവരാണ് ഇപ്പോൾ മാർക്കോയെ കുറ്റം പറയുന്നതിനോട് ചിന്തിക്കണം. സിനിമ കേരളം പിശാചിന്റെ കുരുതിക്കളം ആകുന്നതിന്റെ ഒരുക്കങ്ങളാണ് ഇതെല്ലാം. പൃഥ്വിരാജിന്റെ സിനിമകളിലും ഇവിടെ എന്താണ് പറയുന്നത്? കേരള പിശാചിന്റെ കുരുതിക്കളോ? അടിപൊളി. സിനിമകളിലും പിശാചിന്റെ കൂട്ടുവേലക്കാർ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ചില രഹസ്യങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ഒളിപ്പിച്ച ചില രഹസ്യങ്ങൾ അറിയിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടാൽ ഞാൻ നിങ്ങളെ പുള്ളി രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ച വീഡിയോ ആണ് ഇത്. കണ്ടതിന് ശേഷം ഞാൻ മിക്കവാറും കുമ്പസാരക്കൂട്ടിൻ്റെ അകത്ത് കയറുമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ലോല മനസ്സിനുടമയാണ്. എനിക്ക് ധൈര്യം എന്നുള്ള സാധനമേ ഇല്ല. ചില നിഗൂഢതകൾ കാണിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ അവസാന ഭാഗത്ത് ഈ വീഡിയോ മുഴുവൻ കാണുമെങ്കിൽ മാത്രം ഐ എം റോയൽ ഇറ്റ്സ് ടൈം ടു റിവീൽ സം മിസ്റ്റീരിയസ് തിങ്സ്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ ഞാൻ നിങ്ങളെ ചില നിഗൂഢതകൾ കാണിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ അവസാന ഭാഗത്ത് ഈ വീഡിയോ മുഴുവൻ കാണുമെങ്കിൽ മാത്രം ഐ എം റോയൽ ഇറ്റ്സ് ടൈം ടു റിവീൽ. ഇതിന്റെ അവസാന ഭാഗം വരെ എന്തായിരുന്നാലും ഞാൻ ഇനി കാണും. ഓക്കെ, സം മിസ്റ്റീരിയസ് തിങ്സ്. വെൽക്കം ടു പർദി. അടുത്ത കുറച്ച് വർഷങ്ങളായി ഇറങ്ങിയ പൃഥ്വിരാജിന്റെ സിനിമകളിൽ ചില നിഗൂഢതകൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. പലതിലും ഒരു പൈശാചികമായി പൃഥ്വിരാജ് തന്നെയോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും സീക്രട്ട് സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ടോ? അതിലൂടെ നമുക്കൊന്ന് പൃഥ്വിരാജിനെ സീക്രട്ട് സൊസൈറ്റി ഒക്കെ ഏറ്റെടുത്തായിരുന്നു. മല്ലിക സുകുമാരൻ വല്ലത് അറിഞ്ഞായിരുന്നു? കഴിഞ്ഞ ദിവസം വാർത്താ ഇവര് ചാനലിലൂടെ ഒക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ. യാത്ര ചെയ്ത് നോക്കിയാലോ? എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിന് എനിക്കൊരു വലിയ ഈവിൾ സ്കീം ഉണ്ടെന്ന് പറയുന്നു. ഞാനൊരു അഹങ്കാരി എന്ന് പറയുന്നത് പോലെയല്ലേ ഒരു ഈവിൾ സ്കീം ഉണ്ടെന്ന്. കാരണം ഞാൻ എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് തിരിച്ചടിക്കും എന്ന് പറഞ്ഞൊരു ഈവിൾ പരിപാടിയല്ലേ. അഥവാ എനിക്ക് ഒരുത്തർ എന്നോട് ഒരു മോശമായ പ്രവൃത്തി ചെയ്താൽ ഞാൻ റിവഞ്ച് ചെയ്യും എന്ന് പറഞ്ഞൊരു ഈവിൾ പരിപാടിയല്ലേ. അത് എന്നിലൊരു ഈവിൾ സ്കീം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നിലൊരു മറ്റേ സാത്താൻ എനർജി ഉണ്ടെന്നാണോ പൃഥ്വിരാജ് പറഞ്ഞൊരു അർത്ഥമായിട്ട് കാണുന്നത്? എൻ്റെ സഹോദര, ദിവസം മുമ്പ് പൃഥ്വിരാജ് ഇട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്. ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കിത് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. എന്താണ് പൃഥ്വിരാജ് അത് ആദ്യം വായിക്കാം, ഞാൻ വായിക്കാം. At the end was a name. At the name was the Lucifer. And the name was Lucifer. അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു. ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു. ആ നാമവും ലൂസിഫർ തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എമ്പുരാന്റെ റേസുമായിട്ട് ബന്ധപ്പെട്ട് 27/3/2025 പുള്ളിക്കാരൻ ഇതിന്റെ പ്രൊമോഷൻ വളരെ മെന്റലിയാണ് അവർ ചെയ്തേക്കുന്നത്. ഭയങ്കര ഇന്റലക്ച്വൽ ലെവലിലാണ് ഇവർ ചെയ്തേക്കുന്നത്. അത് നമുക്ക് കാണാം. എല്ലാ സ്ഥലങ്ങളിലും കിടന്ന് പൊട്ടുന്ന പൊട്ടലും ആ സ്ഥലങ്ങളിലൂടെ പ്രൊമോഷൻ. ഇപ്പോൾ കേരളത്തിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായിട്ട് ഈ സാധനം എതിർത്തപ്പോഴേക്കും പെട്ടെന്ന് സിനിമ കയറി കൊളുത്തി. നമ്മുടെ നാഷണൽ ലെവലിലേക്ക് വരെ മീഡിയാസ് വരെ കവർ ചെയ്ത് എമ്പുരാൻ കയറി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റീസൺ എന്താ? പടം കയറി കൊളുത്താനുള്ള കാരണം അതിനകത്തുള്ള എലമെന്റുകൾ ഇവരെ കയറി പിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്തതിൽ ചെന്ന് കയറി പിടിച്ചതിന് ശേഷം പടം കത്തി കൊളുത്തി കയറിക്കൊണ്ടിരിക്കുന്നു. സോ അത് അവരുടെ ടാക്ടിക് തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ദിവസങ്ങളിൽ കുറിച്ചു വെച്ച ആ പോസ്റ്റ് എന്നുള്ളത്, അതായത് ബൈബിളിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വചനമാണ് യോഹന്നാൻ 1:1 എന്ന് പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തെയാണ് ഇവിടെ മാറ്റി എഴുതി ഇവിടെ ചെകുത്താനെ പുകഴ്ത്തുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഡു യു തിങ്ക് ഇറ്റ്സ് എ കോയിൻസിഡന്റ്? നോ, ഇറ്റ്സ് എ പക്ക പ്ലാൻഡ് വർക്ക്. ഇന്ത്യയിലെ മുഴുവൻ ആളുകളെ കൊണ്ട് പിശാചിന് സ്തുതി പാടിക്കുവാൻ വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഇൻ ദ ബിഗിനിങ്. ആ ബിഗിനിങ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എൻഡ് എന്നാക്കി. അതായത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ശേഷം അതിനെ ഇവിടെ മഹത്വവൽക്കരിച്ചിരിക്കുന്നത് ദൈവം അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകില്ല, അവിടെ പിശാചായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇൻ ദ ബിഗിനിങ് എന്നത് മാറ്റി അവിടെ എൻഡ് ആക്കി. ഇനി വാസ് ദ വേർഡ്, ആ വേർഡ് മാറ്റിയതിനു ശേഷം അവിടെ നെയിം എന്ന പ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. ഇവിടെ ഗോഡ് എന്ന പേര് മാറ്റിയിട്ട് അവർ പിശാചിനെ പ്ലേസ് ചെയ്തിരിക്കുക. ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ആ ഗോഡ് എന്നുള്ള അത് മാറ്റി, അതായത് ദൈവത്തിനെ ഇവിടെ നിന്നെല്ലാം മാറ്റിയതിനു ശേഷം ഇവിടെ പിശാചിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് നടത്തി വെച്ചിരിക്കുന്നത്. ഇവിടെ ദൈവത്തെ മാറ്റി പിശാചിനെ പ്രതിഷ്ഠിക്കുന്നതിന് പിന്നിൽ ആരാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ താങ്കളോട് വളരെ വിനീതമായി ചോദിക്കും. താങ്കൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഈ ദൈവം, താങ്കൾ വിശ്വസിക്കുന്ന ദൈവം നല്ല ദൈവമാണോ?
താങ്കൾ വിശ്വസിക്കുന്ന ആരാധന അല്ലെങ്കിൽ താങ്കളുടെ ഈ ആരാധന മൂർത്തികളെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്ന അതേ പ്രമാണങ്ങളുടെ അകത്ത് മറ്റുള്ള മതങ്ങളുള്ള ദൈവങ്ങളെയും ബിംബങ്ങളെയും എങ്ങനെയാണ് കാണുന്നത്? ഇതേ പരിപാടിയായിട്ടല്ലേ കാണുന്നത്? നിങ്ങളിപ്പോൾ പറഞ്ഞ സാത്താൻ, ആ സാധാരണമായിട്ടല്ലേ കാണുന്നത്? മറ്റേതെങ്കിലും മതങ്ങളെടുത്ത് നമ്മൾ പ്രകടമായിട്ട് മനുഷ്യന്മാർ സാഹോദര്യത്തിൽ തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞത് മതങ്ങൾ തമ്മിലുള്ള വേർപെടുത്തലുകൾ മതത്തിൻ്റെ അകത്തുള്ള മതഗ്രന്ഥങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എങ്ങനെയാണ് വരുന്നത്? മനസ്സിലാവുന്നുണ്ടോ? പല സ്ഥലങ്ങളിലും നടക്കുന്ന പ്രഭാഷണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ചില കാര്യങ്ങളുടെ അകത്തൊക്കെ ചില ഇപ്പോൾ എല്ലാ ക്രിസ്ത്യൻ മതവിശ്വാസികളെന്ന് ഞാൻ പറയുന്നത്, ചില ഓർത്തഡോക്സ് മതങ്ങൾ അവർ ശരിക്കും പറഞ്ഞാൽ മറ്റ് മതങ്ങളെയൊക്കെ വെറും പാപികളായിട്ടും അതുപോലെ തന്നെ അവരെ ഈ മറ്റേ സുവിശേഷങ്ങൾ മറ്റ് പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അന്യ മതസ്ഥരെയൊക്കെ എന്താ പറയുന്നത്, അപ്പം ഞങ്ങൾ എന്താ പറയേണ്ടത്? അങ്ങനെ വിശ്വസിക്കുന്ന മറ്റേ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇത് കേട്ടിട്ട് നിങ്ങളെന്താ പറയേണ്ടത്? നിങ്ങളൊക്കെ ചെകുത്താൻ്റെ ആൾക്കാരെന്ന് പറയണ്ടേ? നിങ്ങളുടെ ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നവരാണെന്നില്ല ക്രിസ്ത്യൻസിൻ്റെ ചില ആൾക്കാർ പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, സത്യമല്ലേ? കൺവർഷൻ നടക്കുന്നുണ്ട്. എത്രയോ ആൾക്കാരെ കൺവെർട്ട് ചെയ്തിട്ട് ഹിന്ദുവിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അത് പെന്തക്കോസ് എന്തോ സംഭവം ഇങ്ങനെല്ലാം നടക്കുന്നില്ലേ? അങ്ങനെ ചെയ്ത പരിപാടി ഈവിൾ പരിപാടിയല്ലേ? അത് ദൈവികമാണോ? ഇവിടെ എങ്ങനെയാ ഈ നമ്മുടെ ക്രിസ്ത്യൻ മതം കൺവർഷൻ ഇവിടെ വന്നത്? നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ വന്നു? ഇവിടെ നിന്ന് പുറത്തുനിന്ന് വന്നിട്ട് കൺവെർട്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയല്ലേ? അപ്പം അത് ചെയ്ത ആൾക്കാർ ഇൻറ്റൻഷനലി ചെയ്ത പരിപാടികൾ നല്ലതായിരുന്നു. ഈ ഭൂമിയിൽ ഇത്രയും അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ? നിങ്ങളുടെ ദൈവം എവിടെയാണ്? ആരെങ്കിലും അത് നേരിട്ട് സഹായിച്ചിട്ടുണ്ടോ? ഇത് കുഞ്ഞു കുട്ടികൾ മുതൽ വളരെ വലിയ പ്രായത്തിലുള്ള ആൾക്കാരടക്കം ഇന്ന് മാരക രോഗങ്ങളിൽ പെടുന്നു. എവിടെ ദൈവം രക്ഷിച്ചു? ഇന്നും ദൈവ ശുശ്രൂഷ, ദൈവിക രോഗശാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ പല പ്രഹസനങ്ങൾ കാണാറുണ്ട്. ഈ കിടക്കുന്നവൻ എണീറ്റ് ഓടുന്ന പരിപാടിയും കാണാറുണ്ട്. ഇതെല്ലാം കള്ളത്തരമല്ലേ? ഇതൊക്കെ ചെകുത്താൻ്റെ പരിപാടിയല്ലേ? ഇതൊക്കെ കാണിക്കുന്ന ആൾക്കാർ ദൈവിക പുരുഷന്മാരാണോ? എത്രയോ അരമന രഹസ്യങ്ങൾ പബ്ലിക്കായിട്ട് അങ്ങാടിയിൽ പാട്ടുകളായി കുർബാന ചൊല്ലുന്ന അരമനകളുടെ ഉള്ളിലകത്തുള്ള പല പരിപാടികളും വൃത്തികേടുകളും പുറത്തേക്ക് പലയിടത്തും പുറത്തു വന്ന സമയത്ത് എത്രയോ ന്യൂസുകൾ നമ്മൾ കണ്ടത്. ആ കാര്യങ്ങളുടെ അകത്ത് അത് ചെയ്യുന്ന ആൾക്കാർ ചെകുത്താൻ്റെ ആൾക്കാരാണോ അതോ ദൈവത്തിൻ്റെ പുത്രന്മാരാണോ? പറയാമോ? ഡീകോഡ് ചെയ്ത് അതും കൂടെ ഒന്ന് പറയണം. നിങ്ങൾ സാത്താനിക് ബൈബിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവിധ ആരാധനാ രീതികളിൽ നിന്നും ദൈവത്തിന്റെ പേര് മാത്രം മാറ്റി അവിടെ പിശാചിന്, ലൂസിഫറിന്റെ പേര് നൽകി പിശാചിന് ആരാധന അർപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. സാത്താൻ വർഷിപ്പേഴ്സ് അല്ലെങ്കിൽ മസോണിക് മെമ്പേഴ്സ്, അതും അല്ലെങ്കിൽ ഇലുമിനാറ്റി എന്നാണ് അവരെ പറയുന്നത്. സത്യത്തിൽ പൃഥ്വിരാജ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇട്ടു? ഇത് ഫിലിമിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ അതോ പൃഥ്വിരാജ് ഒരു പിശാച് ആരാധകനാണോ? വർഷം 2011. പൃഥ്വിരാജ് ഒരു പിശാച് ആരാധകനായ എന്താ പ്രശ്നം? നിങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ വർഷിപ്പ് നടത്തുന്ന ആൾക്കാർ തന്നെ ഇവിടെ ആഭിചാര പ്രവൃത്തികൾ, ബ്ലാക്ക് മാജിക്കിന്റെ പുറകെ നടക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഈ പലതരത്തിലുള്ള ദൈവങ്ങൾ ഹിന്ദുവിലുണ്ട്, ക്രിസ്ത്യനിലുണ്ട്, മറ്റുള്ള ഇതര മതങ്ങളിൽ എല്ലാത്തിലും ഉണ്ട്. ദൈവത്തിൽ നിന്ന് കിട്ടാത്ത സാധനം പ്രീതി പിടിച്ച് മറ്റെന്തെങ്കിലും വളഞ്ഞ വഴിയോടെ മറ്റ് പരിപാടികളോട് ചെയ്യുന്ന സംഭവങ്ങൾ, അതിന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ ഉണ്ടല്ലോ ഈ ആരാധനയുടെ പരിപാടികളകത്ത്. പുള്ളിക്കാരൻ്റെ എന്തിനെ വിശ്വസിക്കട്ടെ, അത് വിശ്വസിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണം അനുവദിക്കുന്നെങ്കിൽ എന്താ പ്രശ്നം? ഈ സൈത്താൻ ആരാധനയാണ് പുള്ളിക്ക് ഇഷ്ടമെങ്കിൽ ചെയ്യട്ടെ. പക്ഷെ അത് താങ്കൾ ഇങ്ങനെ ആധികാരികമായിട്ട് പൃഥ്വിരാജ് അതാണെന്ന് എങ്ങനെ പറയും? എന്ത് അടിസ്ഥാനത്തിൽ പറയും? താങ്കൾ കണ്ടിട്ടുണ്ടോ? പൃഥ്വിരാജ് എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? പൃഥ്വിരാജിന്റെ ചില വരികൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് എഴുതുന്ന ഭ്രാന്തന്റെ വരികൾ എന്നാണ്. എന്നോട് ഞാൻ ഭ്രാന്തനാണോ? ആണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് എഴുതുന്ന വരികളുടെ അകത്ത് പല കാര്യങ്ങൾ ഇതുപോലെ പല കാര്യങ്ങളും ഞാൻ എഴുതാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ വർഷിപ്പിന്റെ ആളാണോ? 5 വൈകിട്ട് 4 മണിക്ക് ആണെന്ന് തോന്നുന്നു പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂ പുറത്തു വന്നു. ഈ ഒറ്റ ഇന്റർവ്യൂ കൊണ്ട് പൃഥ്വിരാജ് എന്ന നടന്റെ ചിറകറ്റ് വീണതുപോലെ കാര്യങ്ങൾ തകിടം മറി. സോഷ്യൽ മീഡിയ പല പേരുകൾ നൽകി അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് സിനിമകൾ ലഭിക്കാതെ, ചെയ്യുന്ന സിനിമകളെല്ലാം പരാജയപ്പെടുവാൻ തുടങ്ങി. എന്നാൽ 2011-2012 കാലത്തിന് ശേഷം ഇടവേളകളോടെ ജയപരാജയങ്ങളോടെ ചില സിനിമകൾ മുന്നോട്ട് വരുവാൻ തുടങ്ങി. 2013 എത്തുമ്പോഴേക്കും പൃഥ്വിരാജ് എന്ന നടൻ പതുക്കെ വളരുവാൻ തുടങ്ങി. 2013 മുതൽ പല സിനിമകളും ക്രൈസ്തവ വിശ്വാസവും ബൈബിൾ വചനങ്ങൾ മറിയാക്കി സ്വീകരിച്ച് സിനിമകൾ വൻ വിജയമായി മാറി. പക്ഷേ പിന്നീട് വന്ന സിനിമകളെല്ലാം അല്പം പൈശാചികത കൂടി കലരുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഗോസ്റ്റ് റൈഡർ എന്ന ഇംഗ്ലീഷ് ഹോളിവുഡ് ഫിലിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിശാചുമായി ഉടമ്പടി ചെയ്ത് തന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ആത്മാവിനെ പിശാചിന് വിൽക്കുന്ന നായകന്റെ കഥയാണ്. ആത്മാവിനെ നൽകിയാൽ പകരം ചോദിക്കുന്നത് എന്ത് നൽകാം എന്നതാണ് പിശാചിന്റെ ഓഫർ. ഒരു ഘട്ടത്തിൽ തകർന്നുപോയ പൃഥ്വിരാജ് എന്ന നടൻ ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ഡു യു ഫീൽ എനിത്തിങ് സ്ട്രേഞ്ച്? ബട്ട് ഐ ഫീൽ സംതിങ് ഫിഷി. അയാളുടെ കഴിവ് കൊണ്ട്, അയാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് അയാൾ ഒത്തിരി കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. ഇവിടെ സ്റ്റാർഡമുള്ള ആൾക്കാരൊക്കെ അങ്ങ് മേളിൽ കയറുന്ന സമയത്താണ് അതെല്ലാം അടിച്ച് കളഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്ന് അവിടെ നിൽക്കുന്നത്, അതേ സ്റ്റാർസിനെ വെച്ചുകൊണ്ട് സിനിമ എടുക്കുന്നത്. അങ്ങനെ ഒന്നുള്ള രായപ്പൻ എന്നുള്ള വിളിയും അനാവശ്യമായിട്ടുള്ള പല വിളികളും, അഹങ്കാരി എന്നുള്ള താന്തോന്നുള്ള പല വിളികളും കേട്ടിട്ടുള്ള ആളാണ് പൃഥ്വിരാജ് സുകുമാരൻ, അഥവാ സുകുമാരൻ്റെ മകനായിട്ടുള്ള പൃഥ്വിരാജ്. അയാൾക്കിതൊന്നും അയാൾക്ക് ശരിക്കും പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അയാൾ ഞാൻ ആ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടതാ. എനിക്ക് റിലീജിയനിൽ വിശ്വാസമില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സംതിങ് എന്തെങ്കിലും മറ്റ് വിശ്വാസങ്ങൾ ഉണ്ടാകും. ഈ ദൈവങ്ങളെ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെല്ലാം എന്തെങ്കിലും നേട്ടത്തിനാണോ? അവരെന്തോ നേട്ടം കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്നത് വ്യാമോഹത്തിന്റെ പുറകെ. അതിൽ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ തിരികെ എണ്ണ ഒഴിച്ച് കൊളുത്തിക്കൊണ്ടിരിക്കുക, ഒരു ദിവസം ചത്തുപോകുക, അതിനപ്പുറത്ത് കയറാൻ സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ?
ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ദൈവത്തിന്റെ ഇതും വെച്ചുകൊണ്ട് ജീവിക്കുന്നത് ഈ പൗരോഹിത്യ വൃന്ദവും അതുമായിട്ട് വച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് എല്ലാ മതങ്ങളുടെ അകത്തുണ്ട്. അത്രേ ഉള്ളൂ. അതിന് കാരണം പൃഥ്വിരാജിന്റെ സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും അവസാനത്തേതാണ് എമ്പുരാൻ. അപ്പോൾ ആദ്യത്തേത് ഏതായിരിക്കും? ഇനി നമുക്ക് അല്പം പൃഥ്വിരാജ് ചിത്രങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിലെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന ഒരു ഫിലിമാണ്. ഒരു കന്യാസ്ത്രീയെ റേപ്പ് ചെയ്ത് പ്രഗ്നന്റ് ആക്കുന്ന സാത്താൻ എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് വന്ന ഒരു ചിത്രമായി. സ്റ്റോപ്പ് വയലൻസും പൃഥ്വിരാജ് ഇലിമിനാറ്റി ആയിട്ടും ഈ സാത്താൻ വർഷിപ്പുമായിട്ടും കൊണ്ട് മലയാള സിനിമയ്ക്കകത്ത് വന്ന ഒരാളാണെന്നാണ് പറയുന്നത്. എന്തുവാടെ ഇത്? വയലൻസ് ഉള്ള മൂവീസ് ഈ കാലഘട്ടത്തിൽ പൃഥ്വിരാജ് വന്നതിന് ശേഷമാണോ വന്നത്? അപ്പം മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ വയലൻസ് മൂവി, അതെല്ലാം സംഭവമാണോ? മറ്റുള്ള പല ആൾക്കാരും സിനിമാ നടന്മാരും അഭിനയിച്ചിട്ടുണ്ടല്ലോ, അവരെല്ലാം ഇലിമിനാറ്റീസ് ആണോ? ഈവൻ മാർക്കോയിൽ അഭിനയിച്ചിട്ടുള്ള ഉണ്ണി മുകുന്ദൻ ഇപ്പം അതിനുശേഷം പുള്ളിക്കാരൻ ഇതായി മാറിയോ? എനിക്ക് അറിഞ്ഞുകൂടാ. സ്റ്റോപ്പ് വയലൻസ്, 666 ലോക്കറ്റും 666 ബുള്ളറ്റും ബ്ലാക്ക് ഡ്രസ് കോഡും എല്ലാം അന്നേ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മറ്റൊരു വേർഷനാണ് ലൂസിഫർ. 666 ബ്ലാക്ക് ഡ്രസ് തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. ലൂസിഫർ ദൈവത്തിന്റെ മനോഹരമായ ഒരു ഈ 666 എന്നുള്ള സാധനം യൂസ് ചെയ്ത് ഇത്ര വലിയ പ്രശ്നമാണോ? 666 ലോക്കറ്റ് ഇട്ട പ്രശ്നമാണോ? ഇത് കുറേ അധികം കോൺസ്പിറസിക്കാർ അടിച്ചിറക്കി കുറെ പരിപാടി 666 ചെകുത്താൻ്റെതാണ്, അല്ലെങ്കിൽ ചെകുത്താൻ്റെ പരിപാടികൾ നടത്തുന്നവരൊക്കെ ഉദ്ദേശിക്കുന്ന ഇതാണ് സംഭവം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാറുന്നത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെകുത്താൻ്റെ ആരാധകരാകുക എന്നുള്ള കാര്യം ഇവർ ചിന്തിച്ചാൽ മതിയോ? ലൂസിഫർ എന്ന് പറയുന്ന മാലാഖ ദൈവത്തോട് മത്സരിച്ച ഒരു ദൂതൻ, എ ഫാളൻ ഏഞ്ചൽ. മറ്റൊരു ദൂതനും നൽകാത്ത ഒത്തിരി ഗുണങ്ങളായി ലൂസിഫർ സമ്പുഷ്ടനായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ബൈബിളിൽ ലൂസിഫർ ദൈവത്തിന്റെ മനോഹരമായ ഒരു സൃഷ്ടിയായിരുന്നു. ലൂസിഫർ എന്ന മാലാഖയെ കുറിച്ച് ബൈബിളിൽ വിശദമായി തന്നെ പറയുന്നു. അപ്പോൾ നമ്മൾ എന്തിന് ലൂസിഫറിനെ ഭയപ്പെടണം? അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന സാത്താനായി ലൂസിഫർ എങ്ങനെ മാറി? ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയായിരുന്നു ലൂസിഫർ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ദൈവം എല്ലാവിധ കഴിവുകളും വരങ്ങളും നൽകി ലൂസിഫർ അലങ്കരിച്ചിട്ടുണ്ട്. ദൈവം കഴിഞ്ഞ സ്വർഗീയ സിംഹാസനത്തിന് കീഴിൽ അവനായിരുന്നു ഏറ്റവും പ്രധാനി. ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടും തനിക്ക് മാത്രം ദൂതന്മാരുടെ ഇടയിൽ നിന്ന് ഒരു വർഷിപ്പ് കിട്ടുന്നില്ല എന്ന കാരണം അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഈ ചിന്തയും ഞാനെന്ന ഭാവവും അഹങ്കാരവും അവനിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ അഹങ്കാരം കാരണം ദൂതന്മാർ 2 ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടു. ഒരു കൂട്ടം ലൂസിഫർ. ഈ ലൂസിഫറിന്റെ കഥ പറയുന്നു. ഇതൊരു വിശ്വാസമല്ലേ? ഈ സംഭവം റിയൽ ആണോ? അതായത് ഈ ലൂസിഫർ എന്നുള്ള മാലാഖ, അതുപോലെ തന്നെ മിഖായേൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഓരോ വർഷിപ്പല്ലേ? ഹിന്ദു മെത്തോളജിയിലുള്ള വർഷിപ്പ്, അവരുടെ വിശ്വാസമുണ്ട്, നിങ്ങളുടെ ക്രിസ്ത്യൻസിൽ വിശ്വാസമുണ്ട്, ഇസ്ലാമിൽ വിശ്വാസമുണ്ട്. ഇതെല്ലാം വിശ്വാസമല്ലേ? ഇതെല്ലാം കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഈ കണ്ടവരാരെങ്കിലും ഇത് എഴുതിയതാണോ? അല്ല, അറിയില്ല. പക്ഷം ചേർന്നു. മറ്റേ കൂട്ടർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മിഖായേലിന്റെ പക്ഷവും ചേർന്നു. ശേഷം ദൈവത്തെ ആരാധിച്ച മിഖായേലിന്റെ സൈന്യത്തോട് ലൂസിഫറും കൂട്ടരും യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു. അങ്ങനെ ദൈവം ലൂസിഫറിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിനാൽ നാം എല്ലാവരും ലൂസിഫറിനെ വീണുപോയ മാലാഖ അല്ലെങ്കിൽ എ ഫാളൻ ഏഞ്ചൽ എന്ന് പറയുന്നു. നമുക്ക് ചുറ്റും പലതരം ആളുകളുണ്ട്. അതിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, നിരീശ്വരവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്ത ചില ആളുകൾ എന്ന് പറയാം, സാത്താനിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ സാത്താനിൽ ദൈവത്തിനെ വിശ്വസിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. ദൈവത്തിനെ വിശ്വസിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രതീക്ഷ കൊണ്ട ആൾക്കാർ, ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ ആരെന്നറിയാമോ? ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത്. ഏറ്റവും സെൽഫിഷ് ആയിട്ട് ആൾക്കാർ ദൈവവിശ്വാസികളല്ലേ. കാരണം ദൈവവിശ്വാസികൾ മാത്രമാണ്. നിങ്ങൾ അമ്പലത്തിലും മറ്റുള്ള ആരാധനകളാണ് പോയിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താ? എനിക്കിത് വേണം, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഇത് വേണം, എൻ്റെ കുട്ടികൾക്ക് നല്ല പഠനത്തിൻ്റെ നിലവാരം വേണം, എനിക്ക് കുറച്ച് പൈസ കിട്ടണം, എൻ്റെ കുറച്ച് കടങ്ങളുണ്ടത് മാറണം, എനിക്കൊരു പ്രണയമുണ്ട് അത് നടക്കണം, എനിക്ക് എൻ്റെ ഇന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ്, ഒരു പൈസ കൊടുത്താലോ അല്ലെങ്കിൽ ചെന്ന് തൊഴുതാലോ അല്ലെങ്കിൽ വിളിച്ചാലോ അങ്ങനെ ചെയ്തു തരുന്ന ഒരാളാണ്. അതായിട്ടാണ് കാണുന്നത് ദൈവത്തിന്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സെൽഫിഷ് പരിപാടിയാണ്, ഒരു മൈൻഡഡ് ആണ് ഈ പറഞ്ഞ വിശ്വാസം. ഞാൻ അതിനകത്ത് ഇപ്പം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളത് എങ്ങനെ വിശ്വസിക്കേണ്ടതെന്നുള്ളത്. പക്ഷേ അതിൻ്റെ കോർ ഫാക്ടർ എന്ന് വെച്ചാൽ ഇത് തന്നെയല്ലേ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരണം, അതിന് കൂടെ നിൽക്കണം. ഓക്കെ, അതിനകത്ത് ചെയ്യുന്ന ദൈവത്തിനെയാണ് വേണ്ടത്. അത് ചെയ്തു തരാത്ത ദൈവത്തിന് ചിലപ്പോൾ തള്ളിപ്പറയും, അതിനുശേഷം വേറെ പരിപാടികളിലേക്കൊക്കെ പോവുകയും ചെയ്യും. അതൊക്കെ നമുക്കറിയാം. വിശ്വസിക്കുന്ന ആളുകൾ കൂടുതലും ഭൂരിപക്ഷവും നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. ബൈബിളിൽ പറയുന്ന ചെകുത്താന്റെ പേരാണ് ലൂസിഫർ. ഇത് കിങ് ജെയിംസ് വേർഷനിലാണ് കൂടുതലും കാണുന്നത്. ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു മാലാഖയാണ് ലൂസിഫർ. പലപ്പോഴും 666 എന്ന നമ്പറും 616 Spark conversations in your community. Make your voice heard. It's your world. Be the canvas. നമ്പറും 888 എന്ന നമ്പറും FFF എന്നതും ലൂസിഫറിനോട് ചേർത്ത് വായിക്കാറുണ്ട്. ലോക അവസാനത്തിന് അവതാരം എടുക്കുവാനായിട്ടാണ് ആന്റി ക്രൈസ്റ്റ് 666 നമ്പർ ബൈബിൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ദൈവം സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കിയ ലൂസിഫർ പിന്നീട് ഭൂമിയിൽ വന്ന് ദൈവത്തിന്റെ സ്വന്തം ചായയിലുള്ള മനുഷ്യനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച സർപ്പം അപ്പോഴേക്കും സാത്താനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആഭിചാരത്തിനും ആഭിചാര കർമ്മത്തിനും ഒരുപാട് പ്രാധാന്യമുള്ള ആരാധനയാണ് സാത്താൻ സേവ എന്ന് പറയുന്നത്. വിപരീത ദിശയിലുള്ള കുരിശും വിപരീത ദിശയിലുള്ള പെന്റഗ്രാമുമാണ് ചർച്ച് ഓഫ് സാത്താനെ അടയാളമായി പൊതുവെ അറിയപ്പെടുന്നത്. ഓർത്തുകൊള്ളുക, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലും അത്ഭുതം. അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും. 2 കൊരിന്തോസ് 11:14-15. ലൂസിഫർ എന്ന സിനിമയിൽ സാത്താനെ പ്രൈസ് ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് എമ്പുരാൻ സോങ്. യൂട്യൂബിൽ എൽ ആൻഡം എന്നാണ് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എൽ എന്നാൽ ലൂസിഫർ, ആൻഡം എന്നാൽ സ്തുതി കീർത്തനം. സോ ഇറ്റ് മീൻസ് സാത്താനെ സ്തുതിക്കുന്ന ഗാനം. എമ്പുരാനെ എന്ന പാട്ടിന്റെ വരികൾ, മലയാള വരികൾ പക്ഷേ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇതിന്റെ ഇംഗ്ലീഷ് വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിങ്ങളെ ഞാൻ സ്ക്രീനിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം.
യു ആർ ദ ഗ്രേറ്റസ്റ്റ് വൺ ഫോർ എവർ ഓ ഫാളൻ ഏഞ്ചൽ, ലവ് യു ടു ലൈഫ് ഫോർ എവർ ഓ ലൂസിഫർ. പൃഥ്വിരാജ് ഈ പറഞ്ഞ സാധനം ചെകുത്താൻ്റെ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ട് അത് സ്വന്തം മകളെ കൊണ്ടും അലങ്കൃത എന്തോ ആണ് കുഞ്ഞിൻ്റെ പേര്, ആ കുട്ടിയെ കൊണ്ടും അതോടൊപ്പം തന്നെ സ്വന്തം സഹോദരൻ്റെ കുഞ്ഞായിട്ടുള്ള കുട്ടിയെ കൊണ്ടും നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ മകളെ കൊണ്ടൊക്കെ പാടിപ്പിച്ചിട്ടുള്ള ആ പാട്ട്, അതൊക്കെ ചെകുത്താനെ വർഷിപ്പ് കൊടുക്കുന്ന പാട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് പാടി. ഇദ്ദേഹം എന്തൊക്കെയാണ് ഈ പറയുന്നത്? അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ എന്താണ് എന്ത് ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വിശ്വസിക്കട്ടെ. പക്ഷെ മറ്റൊരുത്തൻ അയാൾ ചെയ്യുന്ന ക്രിയേറ്റീവ് സൈഡിലുള്ള ഒരു കാര്യത്തിനെ ആ ക്രിയേറ്റീവ് സൈഡ് എടുക്കാതെ അതിനകത്ത് അയാളുടെ സാത്താൻ്റെ ആളാണെന്ന് പറഞ്ഞു വരുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര മോശമാണ്. ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ എവിഡന്റ് ഫോമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബോധപൂർവ്വം ഇതൊക്കെ നടപ്പാക്കുന്നതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ടൈറ്റിലാണ്. ഈ ടൈറ്റിൽ ലെറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് പൃഥ്വിരാജിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൂസിഫർ എന്ന ലെറ്റേഴ്സ് തല തിരിച്ചെഴുതി അത് വായിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന്. അതിന് അദ്ദേഹം നൽകിയ ഉത്തരം, നിങ്ങൾ നേരിൽ കാണുന്നതല്ല സത്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എഴുതിയിട്ടുള്ളത് എന്നാണ്. അതായത് നമ്മൾ കാണുന്ന ഈ ലെറ്റേഴ്സിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ എല്ലാ ലെറ്റേഴ്സും ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ അതൊരു ക്രിയേറ്റിവിറ്റി ആണ് എന്ന് തോന്നും. ബട്ട് നിങ്ങൾ ആ എഫ് എന്ന് പറയുന്ന ലെറ്റർ ശ്രദ്ധിച്ചോ? ഹീബ്രു ഭാഷയിൽ നമ്പറുകൾ എഴുതുമ്പോൾ 6ാമത്തെ സംഖ്യ എഴുതുന്നത് ഈ രീതിയിലാണ്. മോൺസ്റ്റർ എന്ന് പറയുന്ന സാത്താനിക പാനീയത്തിൽ ഇത് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്ററിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 6 ഒളിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തേത് 666. ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറിന്റെയും ഇതിലൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നോ? അറിയാത്താണെങ്കിൽ പുതിയ അറിവാണ്, എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, ജീപ്പിന്റെയും എല്ലാ നമ്പറും 666 ആണ്. ക്രൈസ്തവ വിശ്വാസപ്രകാരം 666 എന്നത് സാത്താന്റെ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെളിപാടിന്റെ പുസ്തകം 13-ാം അധ്യായം 18-ാം തിരുവചനം. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ. ആ സംഖ്യ 666, 666. നാലാമത്തേത് സ്നേക്. പാമ്പ് പിശാചിന്റെ പ്രതീകമാണെന്ന് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സാത്താൻ പൂജയിൽ പാമ്പ് ഒരു പ്രധാന വസ്തു തന്നെയാണ്. സിനിമയുടെ ആദ്യ ഭാഗത്തെക്കുറിച്ച് പൃഥ്വിരാജ് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാമ്പ് ഗ്രാഫിക്സ് ആണ് എന്നതാണ്. പക്ഷേ അത് ഉപയോഗിച്ചിരിക്കുന്നത് കഴുത്തൊഴിഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിലാണ് എന്ന് മാത്രം. സെക്കൻഡുകൾ കൊണ്ട് മിന്നി മാഞ്ഞു പോകുന്ന ഗ്രാഫിക്സ് ചിത്രീകരണം ഈ ക്രൂശിത രൂപത്തിൽ ഇത്രയും വികലമായി പാമ്പിനെ വെച്ച് കാണിച്ചതിന്റെ യുക്തി എന്താണ്? ഇതൊക്കെ പൈശാചികതയുടെ അങ്ങേയറ്റമല്ലേ? കാരണം സാത്താൻ വർഷിപ്പിൽ യേശുവിന്റെ തിരുശരീര രക്തങ്ങളെ മ്ലേച്ഛമാക്കുന്ന പീഠത്തിൽ ഏറ്റവും ഒടുവിൽ പിശാചിന്റെ പ്രതിരൂപമായ പാമ്പിനെ പ്രതിഷ്ഠിക്കുന്നതാണ് ചടങ്ങ്. ഇവിടെ അത് പരസ്യമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ആ ക്രൂശ രൂപത്തിൽ പാമ്പിൽ. ഇലുമിനാറ്റികൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളിൽ പാമ്പ് സ്വന്തം വാല് തന്നെ കടിക്കുന്ന വിധത്തിൽ ചില ചിത്രീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അഞ്ചാമത്തേത് ഇലുമിനാറ്റി. യഥാർത്ഥമായതും സാങ്കല്പികമായതുമായ നിരവധി പുരാതന നവീകരണ സംഘടനകൾ നൽകി വരുന്ന ഒരു പേരാണ് ഇലുമിനാറ്റി എന്നത്. ഇലുമിനാറ്റി സൊസൈറ്റി, അതായത് മതഭ്രാന്തിനെ അന്ധവിശ്വാസത്തെ എതിർക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയതായി കരുതപ്പെടുന്ന ഒരു സംഘടനയാണ് ഇലുമിനാറ്റി എന്നത്. ക്രിസ്ത്യൻ സഭയെ പരസ്യമായി എതിർക്കുന്നത് അസാധ്യമായപ്പോൾ അക്കാലത്തുള്ള ശാസ്ത്രജ്ഞരും തത്വചിന്തകരും ചേർന്ന് ഒരു രഹസ്യ കൂട്ടായ്മ രൂപീകരിച്ചതായി ചില ചരിത്രരേഖകൾ പറയുന്നു. ആരംഭഘട്ടത്തിൽ ഡാവിഞ്ചി, മൈക്കലാഞ്ചോ തുടങ്ങിയ പ്രശസ്തർ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നുവെന്ന് പറയുന്നു. സഭയെ തള്ളി പറയാതെയും എന്നാൽ തങ്ങൾക്കുള്ള കഴിവിനെ അടിച്ചമർത്താതെയും അവർ മുന്നോട്ട് പോയി. തമ്മിൽ സമ്പാദിക്കുവാനായി അവർ രഹസ്യ അടയാളങ്ങളും സ്ഥലങ്ങളും കണ്ടുപിടിച്ച് തങ്ങളുടെ ദൗത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പല ലോക രാജ്യങ്ങളും ഇവരാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് പുതിയ കോൺസ്പിറസി തിയറിയൊക്കെ പറയുന്നത്. ലോകം മുഴുവൻ ഒരു സർക്കാരിന്റെ അടിയിൽ കൊണ്ടുവന്ന് ഒരു ന്യൂ വേൾഡ് ഓർഡർ എന്ന സിസ്റ്റത്തെ സ്ഥാപിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നും ഇത് പറയുന്നു. എന്നാൽ ഇലുമിനാറ്റി എന്ന സംഘടന എന്തിനു തുടങ്ങിയോ അതിൽ നിന്നും വേർതിരിഞ്ഞാണ് അതിന്റെ ഇപ്പോഴത്തെ സഞ്ചാരം എന്ന് പറയാം. ഇലുമിനാറ്റികൾ സാത്താൻ സേവകരാണ് എന്നുള്ള ഒരു വാദവും ശക്തമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. എതിർ ദിശയിലുള്ള പെന്റഗ്രാം ഇലുമിനാറ്റിയുടെ പ്രധാന അടയാളങ്ങൾ ഒന്നാണ് എന്നുള്ളതാണ് ഇതിന് ആക്കം കൂട്ടുന്നത്. ഇലുമിനാറ്റികൾ പരസ്പരം കാണുമ്പോൾ അവരുടെ രഹസ്യ അടയാളങ്ങൾ കാണിച്ചാണ് അഭിസംബോധന ചെയ്യാറുള്ളത് പോലും. അതൊരു ഹാൻഡ് ഷേക്ക് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ഇലുമിനാറ്റി ഇപ്പൊ കാണിച്ച 2 ഹാൻഡ് ഷേക്കും ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ ഇലുമിനാറ്റിയുടെ ആളാണ്, എനിക്കറിയത്തില്ല. നമ്മൾ കൂട്ടുകാരെ കാണുമ്പോൾ ആളിയാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കാറുള്ളത്, ഇങ്ങനെയും പിടിക്കാറുണ്ട്. ഈ കാണിച്ച 2 ഭാഗം കാണിക്കാറുണ്ട്. അത് അറിഞ്ഞു അറിയാതെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ആൾക്കാർ രഹസ്യ അടയാളമെന്ന് 17-ാം നൂറ്റാണ്ട് മുതൽ കരുതപ്പെടുന്ന ഓൾ സീയിങ് ഐ, അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ധാരാളം കാണാൻ സാധിക്കും. അമേരിക്കൻ ഡോളറിന്റെ പുറകിൽ ഇപ്പോഴും ഈ ചിഹ്നം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ നാട് ആലപ്പുഴയിലാണ്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒത്തുചേരലിന്റെ ഭാഗമായ ആ സ്ഥലത്തെ അവർ വിളിച്ചിരുന്നത് മസോണിക് ഹാൾ എന്നായിരുന്നു. ഇന്നും ഇതിന് ചുറ്റും താമസിക്കുന്ന ആളുകൾക്ക് ആ സ്ഥലത്തോട് ഭയങ്കര ഭയമാണ്. ഈ മസോണിക് ഹാൾ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊടുക്കുക. ദേ ആർ ഇൻ യുവർ സർക്കിൾ, നോ യു ആർ ഇൻ ദെയർ സർക്കിൾ. ഫ്രീമേസന്റെ കാര്യം ഇതാ പറയുന്നു. ഞാനൊരു സാധനം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനത് അത് കണ്ടിട്ട് ഫ്രീമേസൺ ആൻഡ് റോയൽ. ഇവിടെ നിങ്ങൾ കാണുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. തിരുവിതാംകൂർ രാജാവായിരുന്ന അദ്ദേഹം നാട് നീങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രീമേസൺസ് ആൻഡ് റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫ്രീമേസൺ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇദ്ദേഹം ഇതിൽ പെടുമോ എനിക്കറിയത്തില്ല. ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് മറ്റേ വ്യക്തി പറഞ്ഞ കണക്കിനാണെങ്കിൽ ഇതിനകത്ത് ഓക്കെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം പറയുന്നത്. പക്ഷേ ആ വ്യക്തി പറയുന്നത് ശരിയാണോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. സാത്താൻ വർഷിപ്പ് എല്ലാം ഒരു കുടക്കീഴിലെ ആളുകൾ തന്നെയാണ്. അവർ വിശ്വസിക്കുന്നത് പിശാചിൽ മാത്രമാണ്. സാത്താൻ വർഷിപ്പ് എല്ലാം ഒരു കുടക്കീഴിലുള്ള ആൾക്കാരാണെന്നാണ്. അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള സംഭവം ഫ്രീമേസൺ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. ഫ്രീമേസൻ്റെ ഒരു സാധനം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജൊക്കെ അതിൻ്റെ അകത്തൊക്കെ വരുന്ന ആൾക്കാരാണ്.
എനിക്കറിയത്തില്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിധി സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു അമ്പലം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഹാരാജാവ് ആയിരുന്ന ആ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും പണത്തിൻ്റെയോ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടോ? വേറെ എന്തെങ്കിലും ആവശ്യം എനിക്കറിയത്തില്ല. എല്ലാം നൽകും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. ഈ സിനിമയിലെ അവസാന ഭാഗത്ത് കാണിക്കുന്ന ഒരു കൂമന്റെ പോർഷനാണ്, അതായത് ഒരു മൂങ്ങ, കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കുന്ന ഒരു മൂങ്ങ. ഇലുമിനാറ്റിയുടെ തുടക്കത്തിൽ കണ്ണ് ചിമ്മാതെ നോക്കുന്ന മൂങ്ങ എന്ന് ഫോട്ടോയ്ക്കകത്ത് പിന്നെ എങ്ങനെയാ മൂങ്ങ കണ്ണ് ചിമ്മുന്നു? ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഈ മൂങ്ങയുടെ സ്ഥാനത്ത് പിന്നീട് കാണിക്കുന്നത് മോഹൻലാലിനെയാണ്. അതായത് എല്ലാം കാണുന്ന സാത്താൻ താൻ തന്നെയാണ്, ഇലുമിനാറ്റി താൻ തന്നെയാണ് എന്ന് പറയാതെ പറയുന്നത് പോലെ ഇലുമിനാറ്റിയുടെ ചിഹ്നമായ ദ ഐ ഓഫ് പ്രൊവിഡൻസ് സിനിമകളുടെ പല ഭാഗത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ആറാമത്തത് ഇതിന്റെ ഡയലോഗ്സ് ആണ്. ഈ സിനിമകൾ ഉപയോഗിച്ചിരിക്കുന്ന പല ഡയലോഗുകളും പിശാചിന് വേണ്ടി ഉള്ളതാണ് എന്ന് ഉറപ്പിക്കുവാൻ പാകത്തിനുള്ളതാണ്. അതിൽ ചിലതെന്ന് പറയും ദിസ് ഡീൽ ഈസ് വിത്ത് എ ഡെവിൾ. ഇനി അടുത്തൊരു ഡയലോഗ്, ചെകുത്താൻ വേദം ഓതുന്നത് കേട്ടിട്ടുണ്ട്. ഇതിലൊരു കാര്യമുണ്ട്, എസെക്കിയേൽ 25:17 എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരേ ഒരു സിനിമ എനിക്ക് ഓർമ്മയില്ല. മമ്മൂക്കയുടെ സിനിമയാണ്. സിനിമയുടെ പേര് ഞാൻ മറന്നത് എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവാണ്. അതായത് ആ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ ഏറ്റവും ഒരു എപ്പിക് ഷോട്ട്, മലയാള സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ എന്താണ് അവസ്ഥാന്തരങ്ങളോ എന്തോ, ആ സിനിമയ്ക്കകത്തൊരു ഷോട്ടുണ്ട്. അയ്യോ അതെന്തൊരു സിനിമ, ആ സിനിമയുടെ പേര് ഞാൻ മറന്നും പോയല്ലോ. അതിൻ്റെ ഒരു ഫ്രണ്ട് ഷോട്ട് ഇങ്ങനെ ബാക്കിൽ ആ ഒരു ഷോട്ട് ഇങ്ങനെ കാണിക്കും, മേളിൽ ഇരിക്കുന്ന സിംബോളിക്കായിട്ട് ഡബിളിൻ്റെ പോലെ തോന്നിക്കുന്ന രീതിയിൽ മറ്റേ പോത്തിൻ്റെ കൊമ്പുകൾ കാണിക്കും. നമ്മുടെ മമ്മൂക്കയുടെ സിനിമയാണ്, മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ എന്നാണ് എൻ്റെ ഓർമ്മയിൽ ആ ഒരു സീൻ എൻ്റെ മനസ്സിനകത്തുണ്ട്. അവാർഡ് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പം ആ ഒരു സിനിമയ്ക്കകത്തുള്ള എപ്പിക് ഷോട്ടുണ്ട്. ആ ഷോട്ടിൻ്റെ അകത്ത് കാണിക്കുമ്പോൾ മേളിൽ കറക്റ്റായിട്ട് അത് ദൂരെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഈ ചെകുത്താൻ്റെ ആ കൊമ്പിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കും. അപ്പോൾ മമ്മൂട്ടിയും ചെകുത്താൻ്റെ ആളാണോ? എനിക്കറിയത്തില്ല. ഇതൊക്കെ പണ്ടേ ഉണ്ട് മലയാള സിനിമയ്ക്കകത്ത്. രാജാവ് എന്ന് പറയുന്ന വചനഭാഗം ബൈബിളിൽ ഇല്ലാത്തതാണ്. യെസ്, ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമേ ഇല്ല. ഇത് മാത്രമല്ല, മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് കഥാപാത്രം ഒരു വൈദികനോട് എന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദുഷ്ടന ദൈവം പന പോലെ വളർത്തും എന്ന് വചനം പറയുന്നുണ്ട്. ആ വചനവും ബൈബിളിൽ ഇല്ലാത്ത കാര്യം. ഇതൊക്കെ ജിത്തു ജോസഫ് എഴുതിയതാണ് മെമ്മറീസ്. ജിത്തു ജോസഫിൻ്റെ സിനിമയല്ലേ മെമ്മറീസ്. അപ്പോൾ ജിത്തു ജോസഫ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസിയാണ്. അദ്ദേഹം അത് എഴുതിയത് അതിനകത്ത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു സാധനം അതിനകത്ത് പൃഥ്വിരാജിനാണ് കുറ്റം. പൃഥ്വിരാജ് അഭിനയിച്ചാണ്. ഈ സിനിമകളെല്ലാം പല പ്രൊഡ്യൂസർമാർ കൊണ്ടുവന്ന് പല സ്ക്രിപ്റ്റ് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എഴുതി, അല്ലാതെ പൃഥ്വിരാജാണോ ആ സിനിമയ്ക്കകത്തുള്ള കാര്യങ്ങളെല്ലാം മേക്ക് ചെയ്തേക്കുന്നത്? അയാളുടെ സിനിമ 2-3 ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ മറ്റുള്ള സിനിമകളാണ്. അതിനകത്ത് പുള്ളി പോയി അഭിനയിക്കുകയാണ് ചെയ്തത്. എന്തുവാ സുഹൃത്തെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിയാണ്, അങ്ങനെ ഒരു കാര്യമേ ബൈബിളിൽ ഇല്ല. ദുഷ്ടൻ ദൈവം പന പോലെ വളർത്തുന്ന വചനവും ബൈബിളിൽ ഇല്ല. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ദൈവത്തെ പഴിക്കുവാൻ ശ്രമിക്കുന്നതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്തായിരിക്കും? എമ്പുരാൻ സിനിമയുടെ ടീസർ സമയം തെറ്റി ഇറങ്ങിയത് രാത്രിയിലാണ്. അതിനെക്കുറിച്ച് പൃഥ്വിരാജ് പറയുന്ന ഒരു പോസ്റ്റിംഗിന് റിമെമ്പർ ഇറ്റ്സ് യു ഹു സമൺസ് ദ ഡെവിൾ അറ്റ് ദിസ് അവർ. അതായത് ഓർക്കുക, ഈ സമയത്ത് പിശാചിനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണ് എന്ന്. ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ സമയത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഏകദേശം 12 തവണയോളം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 17 അവസാനത്തിലേക്ക് വരാം. കാരണം പുള്ളി ഇനി ലോകത്തിലുള്ള മുഴുവൻ ഈ പറഞ്ഞ ചെകുത്താൻ്റെ ആരാധകരാണ്. അത് ഗൂഗിളിന്റെ ക്രോമിന്റെ അകത്തുണ്ട്, മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും കുറേ ഉണ്ട്. അത് എല്ലാം കാണിക്കാനും പറ്റില്ല. ഇനി ഫേസ്ബുക്കിന്റെ ഈ ഒരു ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ നെറ്റിലൊക്കെ പരിശോധിക്കുന്നത് കാണാൻ സാധിക്കുന്നത് മെസോണിക് തൂബൽ കെയിൻ എന്നറിയപ്പെടുന്ന ഒരു മെസോണിക് സിമ്പിളാണ്. അതായത് തൂബൽ കെയിൻ എന്ന് പറഞ്ഞിരിക്കുന്ന രീതി, അതായത് അവർ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്കി പോലുള്ള ഒരു സാധനമാണ്. അതിനെയാണ് ഇവിടെ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കുന്നത്. എല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ഗൂഗിൾ മാപ്പിന്റെ ആ സിമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന് പറയുന്ന ഇലുമിനാറ്റിയുടെ ചിഹ്നം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അമേരിക്കൻ $1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സംശയം വേണ്ട, ഇലുമിനാറ്റിയുടെ നേർരേഖ, അതായത് ഇലുമിനാറ്റിയുടെ തന്നെ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും. ഡിസ്നിയുടെ ഈ ഒരു ലോഗോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ഒരു 666 ഉള്ളതായിട്ട് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പെപ്സി എന്ന ബ്രാൻഡ് തിരിച്ചെഴുതിയാൽ അത് വായിക്കുന്നത് ഈസ് ഡെഡ് എന്നാണ്. അതായത് പെപ്സി ഈസ് ഡെഡ്. ഇതിന് വ്യക്തമായിട്ട് എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒത്തിരി ലോഗോസ് നമുക്ക് ഇങ്ങനെ നെറ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഇതെല്ലാം കാണുവാൻ സാധിക്കും. ഓരിയോ ബിസ്ക്കറ്റിൽ ഇതിന്റെ നടുഭാഗത്ത് കാണിച്ചിട്ടുള്ളത് ലെവിയാത്തൻ ക്രോസ് ആണ്. സാത്താനിക് വർഷിപ്പിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്ന ഒരു ക്രോസ് ആണ് ലെവിയാത്തൻ ക്രോസ്. ഈ ലെവിയാത്തൻ ക്രോസിനെ കുറിച്ചും ഓരിയോ ബിസ്ക്കറ്റിനെ കുറിച്ചും ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോർ, അതായത് സിഗിൾ ഓഫ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇതിന്റെ അകത്തും ഒളിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എൻവിഡിയ എന്ന് പറയുന്ന ഐ ഓഫ് പ്രൊവിഡൻസിന്റെ ഒരു ഇലുമിനാറ്റി സൈൻ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ ഒട്ടടക്കം തകർത്തുമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ബിഗ് ബോസിന്റെ ഈ ഒരു സിമ്പിൾ, ഈ ഒരു സൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ഓഫ് പ്രൊവിഡൻസ് പറയുന്ന ഇലുമിനാറ്റി എന്ന് പറയുന്ന സിമ്പിളിനോട് വളരെയധികം സാമ്യം തോന്നുന്ന
മാറുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ബെൻസ് കാർ അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ദ ക്രോസ് ഓഫ് ന്യൂ റോയുമായിട്ട് ഇത് വളരെയധികം സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണാം. ലോകത്തിലെ പല ആളുകളും കരുതിയിരിക്കുന്നത് ഇത് പീസ് എന്ന് പറയുന്ന ചിഹ്നമാണ് എന്നുള്ളതാണ്. പക്ഷേ തെറ്റിദ്ധാരണകൾ മൂലമാണ് ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് ക്രോസ് ഓഫ് ന്യൂ റോ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്. ഇത് തല കീഴായ കുരിശാണ് എന്നുള്ളതാണ് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം. ഇനി കൊക്കക്കോള നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല എന്ന് തോന്നിയാലും 666 എന്ന് പറയുന്ന പിശാചിന്റെ നമ്പർ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അവർ ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗൂഗിൾ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജി, ആ ജിയും അതായത് ഈ ഇലുമിനാറ്റികളുടെ ചിഹ്നത്തിലും ഇത്തരത്തിലൊരു ജി മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോകം മുഴുവനും പിശാചിന്റെ ആളുകളുടെ കൈപ്പിടിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഈ ലോകത്ത് നമ്മൾ ഇനി മുമ്പോട്ട് ജീവിക്കുവാനായിട്ട്. ഒരു ലോഗോയിൽ ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് ഒളിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിൽ തിരികെ കയറ്റുവാൻ സാധിക്കും. എൻ്റെ മോനെ, അപ്പൊ നമ്മളെല്ലാം ചെകുത്താന്റെ പിടിയിലാണല്ലോ. ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും സുഹൃത്തെ? ഒന്ന് പറഞ്ഞു തരൂ. രക്ഷപ്പെടാം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്ലിമിനൽ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അകത്തേക്ക് കയറ്റി വെക്കുന്ന ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നോട് ചിന്തിച്ചു നോക്കുക. ഇനി ഇതിന്റെ പിന്നിലുള്ള ഫണ്ടിങ് ഇലുമിനാറ്റി പോലുള്ള സംഘടനകളാണ് എങ്കിൽ സിനിമകളിൽ ഒത്തിരി ഇടങ്ങളിൽ ഇത്തരം ചിഹ്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അടുത്ത കാലത്ത് ഇറങ്ങിയ ഭൂലോകത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന് പാടുന്ന ഒരു പാട്ടും വൈദികരെയും കൂതാശകളെയും നെഗറ്റീവായി ചിത്രീകരിച്ചുകൊണ്ട് വരുന്ന ചില സിനിമകളും, ഭ്രമയുഗം പോലുള്ള സിനിമകളും, പിശാചിനെ ഫോക്കസ് ചെയ്യുന്ന ചില സിനിമകളും, ഇലുമിനാറ്റി എന്ന് പറയുന്ന ആവേശം സിനിമയിലെ ഈ ഒരു പാട്ടും, ഇതിനെല്ലാം ഫണ്ടിങ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ ഈ ജനങ്ങൾ മൊത്തം ഇത് കണ്ടുകൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം നിങ്ങൾ പോലും നമ്മളൊന്നും അറിയാതെ ഇവിടെ എല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലുമിനാറ്റിയെയും പൈശാചിക സംഘടനകളെയും അതുകൂടാതെ പൈശാചിക മുദ്രകൾ, അടയാളങ്ങളൊക്കെ ഇങ്ങനെ കേരളക്കര മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമാക്കാരുടെ ഇടയിൽ സാത്താൻ ആരാധകർ പെരുകുന്നുണ്ട് എന്നതിന് തെളിവാണ് ഇതെല്ലാം തന്നെ. പലരെയും മുന്നിൽ കളിപ്പാവകളാക്കി വെച്ചുകൊണ്ട് ചെകുത്താന്റെ ഒരു ലോകം പണിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം സമയമില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റുന്ന സമയം വന്നെത്തിയിരിക്കുന്നു. കറുത്ത വസ്ത്രം ധരിച്ച് പിശാചിന്റെ സിനിമ കാണാൻ പോയപ്പോൾ സന്തോഷിച്ചത് പിശാച് തന്നെയാണ്. അങ്ങനെ പോയ പലരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ പിശാച് ഇപ്പോൾ തന്നെ അനേകം ആത്മാക്കളെ നരകത്തിന് സ്വന്തമാക്കി കഴിഞ്ഞു. 1 പത്രോസ് 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ. നിങ്ങളുടെ ശത്രുവായ പിശാച്. എൻ്റെ അമ്മേ, ഞാൻ എന്തൊക്കെയായി കേട്ടത്? ഞാൻ പോലും അറിയാതെ ഞാൻ ചെകുത്താൻ്റെ ആളായല്ലോ. എന്താ ചെയ്യുക ഇപ്പോൾ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വിശ്വാസ സമൂഹത്തിനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചോളൂ. വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കേണ്ട. മറ്റുള്ളവർ ഇപ്പോൾ ചെകുത്താനെയാണോ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും സംഭവമാണോ ഇനി പുതിയ ദൈവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലോ ഒക്കെ അവർ വിശ്വസിച്ചോട്ടെ. അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ ഇരിക്കും. ഇതൊന്നും മറ്റുള്ളവനെ ഉപദ്രവിക്കാത്തടത്തോളം കാലം ഒന്നും ആർക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം ആണെങ്കിൽ പറഞ്ഞ് ഈ ലൂസിഫറും എമ്പുരാനൊക്കെ എടുത്തിട്ടുള്ള പൃഥ്വിരാജ് മുരളി ഗോപി എഴുതിയ സ്ക്രിപ്റ്റ് എന്ന് പോലും മനസ്സിലാക്കാതെ ഇതെല്ലാത്തിൻ്റെ പ്രൊമോട്ടറാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു വയ്ക്കുക. എസ്രയെക്കുറിച്ച് പറഞ്ഞു, മെമ്മറീസിനെ കുറിച്ച് പറയുന്നു, 7th ഡേയെക്കുറിച്ച് പറയുന്നു, ഇതിനെല്ലാത്തിൻ്റെ പിന്നെ പണ്ടത്തെ ആ പുള്ളിയുടെ സിനിമകളൊക്കെ പറഞ്ഞു. പക്ഷേ അതിനെക്കാട്ടിലപ്പുറം പുള്ളി അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ, ആ സിനിമകളിലൊന്നും ഇതൊന്നുമില്ല. കാരണം അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഇലുമിനാറ്റി സംഭവം വർക്കാവത്തില്ല. അതുകൊണ്ട് വളരെ സെലക്റ്റീവായിട്ട് ഇവിടെ കൂടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇദ്ദേഹം പറയുന്നു. പക്ഷേ ഇവിടെ നടത്തിയിരിക്കുന്നത് വളരെ ക്യാരക്ടർ, ഒരു വ്യക്തിയെ അനാവശ്യമായിട്ടൊരു സാധനത്തിൽ ഡ്രാഗ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഇനി ആ വ്യക്തി അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും സമൂഹത്തിന് പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് പൃഥ്വിരാജ് ഇവിടെ എന്തോ ചെയ്തിട്ടുള്ളത്? എന്ത് നെഗറ്റിവിറ്റിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, സിനിമയുടെ നെഗറ്റിവിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കകത്ത് എന്ത് പോസിറ്റിവിറ്റിയാണ് ഉള്ളത്? ഏത് സിനിമയ്ക്കകത്ത് ഭയങ്കര സംഭവങ്ങളുള്ളത്? നല്ല പോസിറ്റീവായിട്ടുള്ള സിനിമകളുണ്ട്. എന്നാൽ ഇതിനെക്കാട്ടിൽ അട്രോസിറ്റി ഉള്ള സിനിമകൾ മലയാളത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നില്ല. ഇതെല്ലാം ഈ മൊബൈലിൻ്റെ കൈപ്പിടിയിൽ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ ആൾക്കാരെല്ലാം? മലയാളികൾ മൊത്തം മലയാള സിനിമ മാത്രമാണ് കാണുന്നത്. എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എന്നെ എതിർത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ വിശ്വാസികൾക്ക് ചിലപ്പോൾ ഇത് പിടിക്കണമെന്നില്ല. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ് അടി കാണണം. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കേൾക്കണം. ചിലപ്പോൾ ഇതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിൻ്റെ അകത്തുനിന്ന് പാപികളെ എന്നുള്ളൊരു വാക്കുകളുണ്ട് അല്ലേ? മന്യമതങ്ങളോടുള്ള ആരാധനാമൂർത്തികളോടും ബിംബങ്ങളോടുള്ള ഇതൊക്കെ എങ്ങനെയാണ്? ഇത് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടല്ല, അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസമാണ് ഏറ്റവും വലുതെന്ന് മറ്റുള്ളതിനെ എതിർക്കുകയും ചെയ്യും. അത് മറ്റൊരു വിശ്വാസത്തിനെല്ലാം ചെകുത്താനായിട്ടൊക്കെ കാണും. അപ്പോൾ പിന്നെ ചെകുത്താനായിട്ട് തന്നെയല്ലേ മറ്റ് മതവിശ്വാസികൾ മറ്റ് മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരുടെ കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വേണമെന്ന് ഗൈസ്. ബൈ.